ചരിത്രത്തിന്റെ താളുകളിൽ രക്തം കൊണ്ടും അറിവുകൊണ്ടും സ്വന്തം പേര് കൊത്തിവെച്ച ഒരു സ്ത്രീയുണ്ട്, ഹൈപേഷ്യ. അലക്സാൻഡ്രിയയുടെ അഭിമാനമായിരുന്ന ഒരു നക്ഷത്രം. എന്നാൽ മതഭ്രാന്തിൻ്റെയും രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെയും പേരിൽ ആ വെളിച്ചം ക്രൂരമായി കെടുത്തിക്കളഞ്ഞു. AD 4-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ അലക്സാൻഡ്രിയയിലായിരുന്നു ഹൈപേഷ്യയുടെ ജനനം. പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞനായ തിയോണിൻ്റെ മകൾ. അക്കാലത്ത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു ലോകത്ത് തിയോൺ തൻ്റെ മകൾക്ക് ഗണിതം, ജ്യോതിശാസ്ത്രം, തത്വശാസ്ത്രം എന്നിവയിൽ ഉന്നത വിദ്യാഭ്യാസം നൽകി. ഹൈപേഷ്യ അലക്സാൻഡ്രിയയിലെ നിയോപ്ലേറ്റോണിക് സ്കൂളിൽ പ്രധാന അധ്യാപികയായി. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ അവളുടെ പ്രഭാഷണങ്ങൾ കേൾക്കാനെത്തി. അവൾ വെറുമൊരു അധ്യാപികയായിരുന്നില്ല, സത്യത്തിനും യുക്തിക്കും വേണ്ടി നിലകൊണ്ട ഒരു ചിന്തകയായി. ഗണിതത്തിലും ജ്യോതിശാസ്ത്രത്തിലും അവൾ അസാമാന്യ സംഭാവനകൾ നൽകി. നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും നിരീക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന ആസ്ട്രോലേബ് എന്ന ഉപകരണത്തിൻ്റെ നിർമ്മാണത്തിലും വികാസത്തിലും ഹൈപേഷ്യയുടെ പങ്ക് വലുതാണ്. ദ്രാവകങ്ങളുടെ സാന്ദ്രത അളക്കുന്ന ഹൈഡ്രോമീറ്റർ പോലുള്ള ഉപകരണങ്ങളും അവൾ വികസിപ്പിച്ചു. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പരമ്പരാഗത ചിന്തകളെ ചോദ്യം ചെയ്തുകൊണ്ട് നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ചലനങ്ങളെക്കുറിച്ച് അവൾ പുതിയ സിദ്ധാന്തങ്ങൾ അവതരിപ്പിച്ചു. എന്നാൽ അലക്സാൻഡ്രിയ പതിയെ കലുഷിതമാകുകയായിരുന്നു. ക്രിസ്ത്യാനികൾക്കിടയിൽ വർദ്ധിച്ചു വന്ന മതപരമായ തീവ്രവാദവും മറ്റു മതങ്ങളോടുള്ള അസഹിഷ്ണുതയും നഗരത്തെ സംഘർഷഭരിതമാക്കി. ഈ സമയത്താണ് സെയിൻറ്റ് സിറിൽ അലക്സാൻഡ്രിയയുടെ ബിഷപ്പായി ചുമതലയേൽക്കുന്നത്. ശക്തനും രാഷ്ട്രീയ തന്ത്രജ്ഞനുമായിരുന്ന സിറിൽ ക്രൈസ്തവ വിശ്വാസത്തിനെതിരായ എല്ലാത്തിനെയും ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അതേസമയം റോമൻ ഗവർണറായിരുന്ന ഒറസ്റ്റസ് നഗരത്തിൻ്റെ ഭരണാധികാരി എന്ന നിലയിൽ ക്രമസമാധാനം നിലനിർത്താൻ ശ്രമിച്ചു. സിറിലിൻ്റെയും ഒറസ്റ്റസിൻ്റെയും താൽപ്പര്യങ്ങൾ പലപ്പോഴും പരസ്പരം ഏറ്റുമുട്ടി. ഒറസ്റ്റസ് ഹൈപേഷ്യയെ ബഹുമാനിക്കുകയും അവളുടെ ഉപദേശം തേടുകയും ചെയ്തിരുന്നു. ഹൈപേഷ്യ ഒരു ക്രിസ്ത്യാനി അല്ലാതിരുന്നിട്ടും അവളുടെ യുക്തിയും അറിവും ഒറസ്റ്റസിന് വഴികാട്ടിയായി. ഇത് ബിഷപ്പ് സിറിലിന് ഹൈപേഷ്യയോടുള്ള വെറുപ്പ് വർദ്ധിപ്പിച്ചു. അവൾ ഒറസ്റ്റസിനെ സ്വാധീനിച്ച് ക്രിസ്ത്യാനികൾക്കെതിരെ തിരിക്കുന്നു എന്ന് സിറിൽ വിശ്വസിച്ചു. ഹൈപേഷ്യയുടെ ശാസ്ത്രീയവും തത്വശാസ്ത്രപരവുമായ കാഴ്ചപ്പാടുകൾ യാഥാസ്ഥിതിക ക്രിസ്ത്യാനികൾക്ക് ഭീഷണിയായി തോന്നി. അവൾ ദൈവനിന്ദകയാണെന്നും മന്ത്രവാദിനിയാണെന്നുമുള്ള വ്യാജ പ്രചാരണങ്ങൾ സിറിലിൻ്റെ അനുയായികൾ അഴിച്ചുവിട്ടു. ഹൈപേഷ്യയുടെ പേഗൻ പശ്ചാത്തലവും അവളുടെ അറിവും മതപരമായ ചിന്തകളെ ചോദ്യം ചെയ്യുന്ന അവളുടെ ശൈലിയും അവരെ പ്രകോപിപ്പിച്ചു. ഒറസ്റ്റസുമായി അവൾക്കുള്ള ബന്ധം കൂടിയായപ്പോൾ സിറിലിനും കൂട്ടർക്കും ഹൈപേഷ്യയെ ഇല്ലാതാക്കേണ്ടത് അത്യാവശ്യമായി മാറി. AD 415 ഒരു നോമ്പിൻ്റെ ദിവസത്തിൽ സിറിലിൻ്റെ അനുയായികളായ പരാബോലാനി എന്നു പേരുള്ള ഒരു കൂട്ടം മതഭ്രാന്തന്മാർ ഹൈപേഷ്യയെ തെരുവിൽ തടഞ്ഞു നിർത്തി. അവളുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറി. കല്ലുകളും ചിപ്പികളും കൊണ്ട് അവർ ആ ശരീരം പിച്ചി ചീന്തി. അവളുടെ മൃതദേഹം തെരുവുകളിലൂടെ വലിച്ചിഴക്കുകയും ഒടുവിൽ കത്തിച്ചാമ്പലാക്കുകയും ചെയ്തു. അലക്സാൻഡ്രിയയിലെ ഒരു അറിവിൻ്റെ വിളക്കുമാടം അണഞ്ഞുപോയ നിമിഷമായിരുന്നു അത്. ഹൈപേഷ്യയുടെ മരണം കേവലം ഒരു വ്യക്തിയുടെ അവസാനമായിരുന്നില്ല. അത് പുരാതന ലോകത്തിലെ അറിവിൻ്റെയും യുക്തിയുടെയും ഒരു കാലഘട്ടത്തിൻ്റെ അന്ത്യം കുറിച്ചു. അവളുടെ ഓർമ്മകൾ ഇന്നും നമ്മെ പഠിപ്പിക്കുന്നത് അറിവിനെയും യുക്തിയെയും ഭയന്ന് മതഭ്രാന്തും അസഹിഷ്ണുതയും എങ്ങനെ ഒരു സമൂഹത്തെ നശിപ്പിക്കുമെന്നാണ്. ഹൈപേഷ്യ ഒരു രക്തസാക്ഷിയായി മാറിയെങ്കിലും അവളുടെ ജീവിതവും പോരാട്ടവും ഇന്നും ശാസ്ത്രത്തിനും യുക്തിക്കും വേണ്ടി നിലകൊള്ളുന്നവർക്ക് പ്രചോദനമാണ്.